കഞ്ചാവിൻ്റെ കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഒരു ഹെംപ് പ്രോട്ടീൻ. ഞാനിത് നമുക്ക് പൊട്ടിച്ചിട്ട് പറയണം. പൊട്ടിക്കാൻ വേണം, പൊട്ടിച്ച് കഴിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇതാണ് കേട്ടോ ഹെംപ് പ്രോട്ടീൻ, കഞ്ചാവിൻ്റെ കുരുവിൽ നിന്ന്. നമ്മുടെ കപ്പലണ്ടി മിഠായിയുടെ ഒക്കെ ഒരു ലുക്ക്, സിമിലർ ലുക്ക് പോലെ. ഇതിനകത്ത് ആഡഡ് ഷുഗർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നല്ല മധുരമുണ്ട്. അല്ല, ആഡഡ് ഷുഗേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, നെറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. കേരളത്തിലും ആണെങ്കിലും ഏത് സംസ്ഥാനങ്ങളിലും ആണെങ്കിലും നമുക്കിത് വാങ്ങാം, കഴിക്കാം. ഇത് 100% സുരക്ഷിതമാണ്. കഞ്ചാവിൻ്റെ കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. നമ്മുടെ അല്ല, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരാണെങ്കിലും നമ്മൾ ഇതിനെന്തോ ഒരു ലഹരി പദാർത്ഥം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതായിട്ട് ആളുകൾക്ക് അപ്പോൾ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് എവിടെ വേണമെങ്കിലും വിൽക്കാം, നമുക്ക് കഴിക്കാം, കച്ചവടം ചെയ്യാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് ഇതിൻ്റെ കുരു വെച്ചൊരു ഷെയ്ക്ക് വന്നു. പിന്നീട് അത് പൂട്ടിപ്പോയി എന്നാണ് അറിഞ്ഞത്. എന്തോ ഇല്ലീഗലായിട്ട് പ്രവർത്തിച്ചൊരു സ്ഥാപനമാണെന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും എന്താ സംഭവിച്ചത്? ഓക്കെ, അത് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സ്റ്റിഗ്മയുടെ ഒരു പ്രശ്നമായിരുന്നു. അതായത് കഞ്ചാവെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കനാബിസ് അല്ലെങ്കിൽ ഹെമ്പ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ പൂവിനെയാണ്. ആ പൂവാണ് ഇന്ത്യയിലെ നർക്കോട്ടിക്സ് ആക്ട് പ്രകാരം ഇല്ലീഗൽ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അതൊരു മാർക്കറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമായിരുന്നു, അല്ലാതെ ലീഗൽ സൈഡിൽ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. അവർക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളായിരുന്നു, കൊച്ചിയിൽ നിന്ന്. ഓക്കെ, ഇതിപ്പോൾ കഞ്ചാവിൻ്റെ കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ബാറാണ്. ഇത് കഴിച്ചാൽ അഡിഷൻ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഒന്നാമത്തെ സംശയം. 2, ഇതിന് ലഹരി ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ സംശയം. 3, ഇത് ഏത് തരക്കാർക്ക് കഴിക്കാൻ പറ്റും? ഇത് കുട്ടികൾക്ക് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇതൊന്നൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരും. ഓക്കെ, ഇത് ഈ പ്രോട്ടീൻ ബൈറ്റ് ചെറിയ പിള്ളേർ തൊട്ട് അങ്ങനെ ഒരു പ്രായപരിധി ഇല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിലൊരു യാതൊരു ലഹരി പദാർത്ഥവും ഇതിൽ അടങ്ങിയിട്ടില്ല. അതാണ് ഇതിലുള്ള ഒരു സത്യം. അല്ലെങ്കിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടൂല. അതെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടില്ല. ഇത് ചെറിയ പിള്ളേർക്ക് തൊട്ട് യൂസ് ചെയ്യാമെന്ന് ഫുഡ് സേഫ്റ്റിയിലെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം എടുത്ത് പറയുന്നുമുണ്ട്. ആൾക്കാർക്ക് ഒരു സംഭവമുണ്ട്, ഈ പറയുന്നത് എന്തുകൊണ്ട് ഹെം പ്രോട്ടീൻ ബാർ നമ്മുടെ മാർക്കറ്റിൽ ഈ പറയുന്ന ഒത്തിരി പ്രോട്ടീൻ ബാർസ് ആണ്. ഇപ്പം ഒത്തിരി ഹെൽത്ത് ഫ്രീക്സ് ആയിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ കൂടുതലാണ്. അപ്പം അവർക്കൊരു ഈ പറഞ്ഞ പ്രോട്ടീൻ ഈ പൗഡറായിട്ടും മറ്റേ വേ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോട്ടീൻ പൗഡറായിട്ടും ബാറായിട്ട് കഴിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം പല ചോക്ലേറ്റ്സ് വരെ പ്രോട്ടീൻ ബാർസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ ഈ ഹെം പ്രോട്ടീൻ ബൈറ്റ് മേടിക്കണം? എന്താണ് ഡിഫറൻസ് ഉള്ളത്? മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് 2 തരത്തിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്ലാന്റ് ബേസ്ഡ് ഉണ്ട്, ആനിമൽ ബേസ്ഡ് ഉണ്ട്. വേ പ്രോട്ടീൻ ആണ് കൂടുതലും മാർക്കറ്റിൽ പോകുന്നത്. അത് പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ് അതിൽ വരുന്നത്. നമ്മുടെ ഇതിൽ നാച്ചുറൽ ആൻഡ് മിനിമലി പ്രോസസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള അതനുസരിച്ച് 0 ആഡഡ് ഷുഗർ ആണ്, പ്ലാന്റ് ബേസ്ഡ് ആണ്, 100% നാച്ചുറൽ ആണ്. പക്ഷേ അതുപോലെ ഈ നാച്ചുറൽ ആണെങ്കിൽ പോലും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ടല്ലോ, എത്ര നാൾ ഇത് സൂക്ഷിക്കാൻ പറ്റും? ഈ പ്രൊഡക്റ്റിന് ഇപ്പോൾ ഷെൽഫ് ലൈഫ് വരുന്ന 11 മാസമാണ്. 11 1 വർഷത്തിൽ അടുപ്പിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ നമ്മളിതിൽ ആഡഡ് ആയിട്ട് ഒരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ഡേറ്റ്സ് ആണ് പ്രിസർവേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഡേറ്റ്സ് ബേസിക്കലി ഒരു പ്രിസർവേറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ കഞ്ചാവിൻ്റെ എന്തുപയോഗിക്കാൻ പാടില്ല? കഞ്ചാവ് ചെടിയെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുവാണെങ്കിൽ ആ ചെടിയുടെ പൂവാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. ആ പൂ ഒഴിച്ച് ബാക്കി ആ ചെടിയുടെ നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അത് 1985 തൊട്ട് ആ ഒരു പെർമിറ്റ് ഉണ്ട്. ഇന്ത്യയിൽ ഈ ചെടീനെ അല്ല ഇല്ലീഗലാക്കിയത്, ഈ ചെടിയുടെ പൂവിനെയാണ് ഇല്ലീഗലാക്കിയത്. ആ പൂവിനെയാണ് നമ്മൾ കഞ്ചാവ് എന്ന് അല്ലെങ്കിൽ ഗഞ്ച എന്ന് പറയുന്നത്. പൂവാണ്, മനസ്സിലാക്കണം. ഈ പൂവാണ് ഉണക്കി കത്തിച്ച് ചുരുട്ടി വലിക്കുന്നത്, അതല്ലാതെ കുരുവായിട്ടൊന്നും അതിനകത്ത് യാതൊരു ബന്ധമില്ല. ഒരു പയ്യൻ ഇത് ഹെം പ്രോട്ടീൻ ആണ് ഇതിൻ്റെ കഞ്ചാവിൻ്റെ കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാർ പറയും കണ്ട അവൻ്റെ ലഹരി ഉപയോഗിക്കണം. ഇതൊരു പ്രോട്ടീൻ ആണെന്നും ഇത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും കേരളം ആണെങ്കിലും ഇത് അംഗീകരിച്ചിരിക്കുന്നതാണെന്നും അപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാനില്ല. ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചേക്കാം. ഇത് വേറെ പോയിന്റ് കൂടെ ഉണ്ട്. ആക്ച്വലി സംഭവം പറഞ്ഞാൽ ഇപ്പം ഇത് ഹെം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ സീഡാണെന്ന് പറയുമ്പോഴും ഇത് എവിടെ നിന്നാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഡൗട്ട് ഉണ്ടാകും. ഇന്ത്യയിൽ പറ്റത്തില്ല എന്നുള്ള ആലോചിക്കില്ല. ഇന്ത്യയിലല്ല, കേരളത്തിൽ ഒട്ടും നടക്കില്ല. ചെടി പറിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ പലപ്പോഴും എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് ആണ് ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഹെം പ്ലാന്റേഷൻ ലീഗലായിട്ടുള്ള. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. അപ്പോൾ നമ്മളവിടെ ഗവൺമെന്റ് ചാനൽ ത്രൂ തന്നെ ഈ ഹെം സീഡ് പ്രൊക്യൂർ ചെയ്തിട്ട്
നമ്മൾ ഫാക്ടറി ഉണ്ട് നോയിഡയിൽ, അവിടെയാണ് ഈ പ്രോട്ടീൻ ബാർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം തന്നെ, ഇത് നമ്മൾ ഒരു പ്രോട്ടീൻ ബാർ കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ ശരീരത്തിന്? ഇത് ജിമ്മിൽ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. ട്രാവൽ ചെയ്യുന്നവർക്കും ട്രക്ക് ചെയ്യുന്നവർക്കും, ഇപ്പോൾ ബിസി ലൈഫായിട്ട് ഇപ്പോൾ രാവിലെ ഓഫീസിലൊക്കെ പോകാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മിസ്സാവുന്നവർക്കും അവർക്കൊക്കെ ഇതൊരു 1-2 പ്രോട്ടീൻ ബാർ കഴിച്ചാൽ ആ ഒരു നേരത്തെ മീലിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയും പ്രോട്ടീനും നമുക്ക് ഇത് ത്രൂ ലഭിക്കും. അപ്പം ഞാൻ ഫ്രീക്വൻ്റ്ലി ജിമ്മിൽ പോകുന്ന ഒരാളാണ്. ഞാനിപ്പം എനിക്ക് ഡെയിലി നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ് പ്രോട്ടീൻ ഇൻടേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാനത് കണ്ടിന്യൂസ്ലി കഴിക്കുകയാണെങ്കിൽ സൈഡ് എഫക്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും ഇല്ല, യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിൽ വായിച്ചു നോക്കാം. ശരിയാണ്. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ വേറെ സ്റ്റെബിലൈസേഴ്സോ അങ്ങനെ ഒരു കോമ്പൗണ്ട്സോ ഇതിൽ വരുന്നില്ല. ഇതിനകത്ത് ഈ പറയുന്ന ഇത്രയും കണ്ടൻറ്റ്, അതായത് ഈ പറയുന്ന ഇത്രയും കണ്ടൻറ്റ് നാച്ചുറലായിട്ട് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞില്ലേ നമ്മൾ ഇത് ആൾക്കാരുടെ മനസ്സിലെ ഒരു നെഗറ്റീവ് ചിന്താഗതിയാണോ അതോ മാർക്കറ്റിൽ ഇത് വേണ്ട, ഇതിന് ഒരു സ്പേസ് ഇല്ലാത്തതാണോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഇവിടെ വിൽക്കാൻ അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാകുക? ഇത് സൊസൈറ്റിയുടെ ഒരു സ്റ്റിഗ്മയുണ്ട്. പിന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇത് ഭയങ്കര ഒരു ഏർലി സ്റ്റേജാണ്. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള അതായത് സൊസൈറ്റിയിലൊരു സ്റ്റിഗ്മയും ഈ പ്രൊഡക്റ്റിന് ഇത് ആവശ്യമുള്ള കസ്റ്റമേഴ്സിട്ട് എത്താനായിട്ടുള്ള ഒരു തടസ്സമുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ പ്രോട്ടീൻ ബാർ ആണ്. അതെ, അതല്ലാതെ എന്തൊക്കെയാണ് ഇതിൽ പോസിബിലിറ്റീസ് ഉള്ളത്? ഈ പ്രോട്ടീൻ ബാർ വരുന്ന ഇതിന്റെ സീഡിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈ ചെടിയുടെ ഇപ്പൊ ലീഫിൽ നിന്ന് നമുക്ക് മെഡിസിൻസ് ഉണ്ടാക്കാം. അതെല്ലാം ഒരു ആയുർവേദിക് അപ്രൂവ്ഡ് പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് മെഡിസിൻ ആയിട്ട് വരും. ബേസിക്കലി ഇപ്പോൾ ക്യാൻസർ ആൻഡ് പാലിയേറ്റീവ് കെയറിന് യൂസ് ചെയ്യാം. ഫീമെയിൽ വെൽനെസ്സിന് വേണ്ടിയിട്ട് മെഡിസിൻ ഉണ്ട്. ഇപ്പോൾ ലീഫ് അല്ലാതെ തന്നെ പിന്നെ ഫൈബർ എടുക്കുവാണെങ്കിൽ ഫൈബറിൽ നിന്ന് പേപ്പറും ക്ലോത്തിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടോ അതോ നിങ്ങൾ പ്രോട്ടീൻ ബാർസ് മാത്രമാണോ പ്ലാൻ? അല്ല, നമ്മളിപ്പോൾ ഇതിന്റെ ടീഷർട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളി. ഹെം പ്രോട്ടീൻ്റെ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് പറഞ്ഞു തരട്ടെ എന്താണെന്ന്. ഇതാട്ടോ ബോക്സ്. ഇതിൽ 3 ഫ്ലേവറിലുള്ള, അത് ഞാൻ ചോദിക്കാൻ പോലെ ഒരു 3 കളറിൽ ഇരിക്കുന്നുണ്ട് ബോക്സ്. ഇതെന്താണ് അപ്പോൾ? ഇത് ആ ബ്രൗൺ കളറുള്ള കൊക്കോ ഫ്ലേവർ ആണ്. അതെ, അത് 25 gram ആണ് ടോട്ടൽ ബാർ വരുന്നത്. ഇത് ഓറഞ്ച് ഫ്ലേവർ ആണ്. അതിൽ 3.9 gram പ്രോട്ടീൻ ഉണ്ട്. ഇത് ബെറീസ് ഫ്ലേവർ ആണ്, ബ്ലൂ കളർ. അതിൽ 2.8 gram. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ തിരഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ഇത് മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 3 ഫ്ലേവറുള്ള ഒറ്റ. ഇത് അസോർട്ടഡ് ബോക്സ് ആണ്. ഇതിൽ 6 ആണ് വരുന്നത്. ശരിക്കും 6 പാക്കാണ്. അതെ, അതായത് എല്ലാ ഫ്ലേവറും മിക്സ് ആയിട്ടുള്ള ബോക്സ് ആണ്. നമുക്കിത് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്, വെൽനസ് സ്റ്റോർസിൽ അവൈലബിൾ ആണ്. ഇതിപ്പം വേറെ സപ്പോർട്ട് ഈ പ്രോട്ടീൻ ബാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ആൾക്കാർ നോക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് നമുക്ക് നമുക്ക് ഒരാൾക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലുള്ളതാണോ? ഇപ്പം ഒരു 6 അടങ്ങുന്ന ഒരു ബോക്സ് ആണ് ഇതല്ലേ? അതെ. അപ്പൊ അതിനെങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്? ഇതിനിപ്പോ ഈ ഫുൾ ബോക്സിന് വില വരുന്നത് 270 rupees ആണ്. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഇപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇറങ്ങുന്ന പ്രീമിയം ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സിന് ഇതിനെക്കാട്ടും റേറ്റ് കൂടുതലാണ്. ഈ 270 എന്ന റേറ്റിനെക്കാട്ടും കൂടുതലാണ്. നമുക്കിപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുമോ? അതെ, ഓൺലൈൻ വാങ്ങാം, നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഡെലിവറി കൊണ്ടുതരാം. അതെ, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പം എന്തായാലും ഒരു ഭയങ്കര ഒരു വെറൈറ്റി ഒരു ഇപ്പം പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം നമുക്കിത് വാങ്ങണം എന്നുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് താഴെ നമുക്ക് ഇതിന്റെ വെബ്സൈറ്റും നമ്പറും കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഓപ്പർച്യൂണിറ്റീസ് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ വെബ്സൈറ്റും ഫോൺ നമ്പറും താഴെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി ഷോപ്പ് ഓപ്പൺ ചെയ്യുകയോ നിങ്ങളുടെ ഷോപ്പുകളിലോട്ട് ഇത് വാങ്ങിച്ച് വെക്കുകയോ ചെയ്യണമെങ്കിലും ഇത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം നമ്മൾ വാങ്ങുന്ന പല ചോക്ലേറ്റ് ഫ്ലേവർ അല്ല, ഫ്ലേവേഡ് ആണ് ചോക്ലേറ്റ്. അത് ചോക്ലേറ്റ് രുചിയുമായിട്ട് ഒരു ബന്ധവും നടത്തില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ചില വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഇപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുമ്പോഴാണെങ്കിലും ആ ഈന്തപ്പഴം ഉണ്ടല്ലോ, ആ ഒരു ഒറിജിനൽ ഉണങ്ങിയ ഈന്തപ്പഴത്തിന് അതേ തന്നെയാണ്. ഇതിപ്പോ നമ്മള് ഒരു ഇതിനു വേണ്ടി പറയുന്നല്ല, നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫീൽ ചെയ്യും. ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോ കഴിച്ചിട്ട് ഏകദേശം കുറച്ച് സമയമായി, ഞങ്ങൾക്ക് ലഹരി ഒന്നും ഉണ്ടായിട്ടില്ല. 100% കുഴപ്പമില്ലാത്തതാണ്. ആ ഡേറ്റ്സിന്റെ നട്ട്സിന്റെ രുചിയാണ് കൂടുതൽ നിൽക്കുന്നത്.